എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓറഞ്ച് മാത്രം വെച്ചിട്ടുള്ളൊരു ഫേഷ്യലാണ്. ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സമയമാണ്. അതേപോലെ തന്നെ ഓറഞ്ചിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് വിറ്റമിൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുഖമൊക്കെ വെളുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓറഞ്ച് മാത്രമായിട്ട് വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഓറഞ്ച് ഫേസ് പാക്ക് ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തോന്നി. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഫേഷ്യലായിട്ട് തന്നെ ചെയ്തു. അതായത് ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ്, സ്ക്രബിങ് ഒക്കെ ചെയ്ത് നോക്കി ഈ ഓറഞ്ച് തന്നെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തോന്നി. നന്നായിട്ട് നല്ല ബ്രൈറ്റനിങ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ ആ സീഡ് മാത്രമല്ല ഇതിൻ്റെ തൊലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറച്ചും കൂടെ തൊലിയിലാണ് കുറച്ചും കൂടെ വിറ്റമിൻ സി കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസും അതേപോലെ തന്നെ തൊലിയും ചേർത്തിട്ടാണ് ഞാൻ ഈ ഫേഷ്യൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. തൊലി വെയിലത്ത് ഉണക്കിയിട്ട് അത് പൊടിച്ച് പാക്ക് ഇടുന്നതും നല്ലത് തന്നെയാണ്. ഇപ്പം ഞാനിത് ഉണക്കണില്ല. ഈ ഓറഞ്ചിലായി ഇപ്പോൾ എടുത്തിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ ഫേഷ്യലിന് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ തൊലി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നിങ്ങൾക്കത് പൊടിച്ചിട്ട് മുൾട്ടാനിമിറ്റിയൊക്കെ ചേർത്ത് പാക്ക് ആയിട്ട് ഇടുന്നതും നല്ലത് തന്നെയാണ്. അതേപോലെ തന്നെ മുൾട്ടാനിമിറ്റി മാത്രമല്ല റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹണി ആണെങ്കിൽ ഹണി നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾക്ക് ആ പാക്ക് തയ്യാറാക്കി ഇടുന്നതും നല്ലത് തന്നെയാണ്. കുറച്ച് പേര് എന്നോട് ചോദിച്ചു ഈ മുൾട്ടാനിമിറ്റിക്ക് പകരം കടലമാവ് യൂസ് ചെയ്യാവോ പാക്ക് ഉണ്ടാക്കാൻ നേരത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കടലമാവ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മുൾട്ടാനിമിറ്റിയാണ് കൂടുതലും പാക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കടലമാവാണ് കുറച്ചുകൂടെ നിങ്ങളുടെ സ്കിന്നിന് നല്ലത് തോന്നുവാണെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇല്ല മുൾട്ടാനിമിറ്റി ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. എനിക്ക് കുറച്ചും കൂടെ തോന്നിയിട്ടുള്ളത് മുൾട്ടാനിമിറ്റിയാണ് ചെയ്തിട്ട് പാക്ക് ഇട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കടലമാവ് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾക്ക് പാക്ക് എടുക്കാവുന്നതാണ്. തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ക്ലെൻസിങ്ങിനും സ്ക്രബിനും മസാജിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കണം. അതേപോലെ തന്നെ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിരിക്കണം. നമ്മൾ ക്ലെൻസിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഫേഷ്യൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം. ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഓറഞ്ച് ജ്യൂസാണ്. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒരു മിക്സിൻ്റെ ജാറിൽ എടുത്തിട്ട് അതിനകത്തേക്ക് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കിട്ടി. ജ്യൂസ് നമ്മൾ എല്ലാത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മറ്റേ തൊലി നമ്മൾ പാക്കിൻ്റെ ഒപ്പമാണ് കൂടുതലും യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലെൻസിങ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 3 ഡ്രോപ്പ് നമ്മുടെ ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. യോജിപ്പിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാരയും അതേപോലെ തന്നെ ഓറഞ്ച് ജ്യൂസുമാണ്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം തേൻ യൂസ് ചെയ്യാം കേട്ടോ. തേൻ വെച്ചിട്ടും നിങ്ങൾക്ക് സ്ക്രബ് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയിലേക്ക് ഞാൻ ഇതേപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. മസാജിങ്ങിന് വേണ്ടി ഞാനിവിടെ തേനും അതേപോലെ തന്നെ ആലോവേരയുടെ ജെല്ലും അതേപോലെ തന്നെ കുറച്ച് നമ്മൾ പാക്കിന് വേണ്ടി എടുത്ത് വെച്ചിട്ടില്ല നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയും അതേപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും കുറച്ച് തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മസാജിനുള്ളത് പാക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാക്കും കൂടെ തയ്യാറാക്കുന്നുണ്ട്. ആ പാക്കിന് ആവശ്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൾട്ടാനിമിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയും ഓറഞ്ചിൻ്റെ ജ്യൂസുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പാക്ക് കഴിക്കളയാനത് ഐസ് ക്യൂബ് വെച്ചിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഐസ് ക്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ് ക്യൂബിൽ റെഡ് കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് ഐസ് ക്യൂബിലിട്ടിട്ട് മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസിൻ്റെ ഇതാണ് ആ ക്യൂബിനകത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം. പറയുന്നത് ക്ലെൻസിങ് ആണ്. നമ്മൾ മിൽക്കും ജ്യൂസും കൂടെ ഉണ്ടാക്കി വെച്ചില്ല ഒരു മിക്സ് അത് വെച്ചിട്ടുള്ള ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ് എന്തിനാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. നമ്മുടെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് പ്രോസസ്സിങ് ആണ് ഫേഷ്യലിൻ്റെ. അപ്പോൾ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിത് മുക്കിയിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ മുഖവും കഴുത്തൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം.
എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. ഇവിടെ നമ്മൾ സ്ക്രബിന് യൂസ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര വെച്ചാണ് നമ്മൾ സ്ക്രബ് ചെയ്യണത്. പഞ്ചസാരയും ജ്യൂസും നമ്മുടെ ഓറഞ്ച് ജ്യൂസായിട്ടുള്ള മിക്സാണ് നമ്മൾ സ്ക്രബിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ സ്ക്രബിങ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർഷായിട്ട്, അതായത് നല്ല അമർത്തി നമ്മൾ ഉരയ്ക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ പഞ്ചസാരയായിട്ട് ഇത് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ ഹാർഷ് ആകുമ്പോഴേക്കും മുഖത്ത് അതുപോലെ പാടുകൾ വരാനൊക്കെ കാരണമാകും. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ സ്ക്രബ് ചെയ്യാതെ റൗണ്ട് രീതിയിൽ മസാജ് ചെയ്ത് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ സ്ക്രബിങ് ചെയ്യേണ്ടത്. വളരെ ഹാർഷായിട്ട് ഒരിക്കലും നമ്മൾ സ്ക്രബിങ് ചെയ്യരുത്. എന്നിട്ട് ഞാൻ ഇപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്രബ് ചെയ്തിട്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് ഐസ് വെച്ചിട്ട്, ഐസ് ക്യൂബ് മാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മൊത്തം കഴുത്തിലും ഐസ് ക്യൂബ് മാത്രം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുഖത്തിനൊരു പ്രത്യേക മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നന്നായിട്ട് ഒരു ചെറിയൊരു തിളക്കമെങ്കിലും വന്നിട്ടില്ല? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഐസ് ക്യൂബ് ഇട്ട് മസാജും കൂടെ ചെയ്തപ്പോഴേക്കും നല്ല എഫക്റ്റ് വന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ പാക്കും അതേപോലെ തന്നെ ഇതൊക്കെ ഇടുമ്പോഴേക്കും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇത് വെച്ച് നമ്മളൊരു പാക്ക് ഉണ്ടാക്കിയില്ല, മുട്ടാൽമിട്ടിയും ഓറഞ്ച് ജ്യൂസൊക്കെ വെച്ചിട്ട്. ആ പാക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉപയോഗിച്ച് നന്നായിട്ട് മുഖം വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യണത്, നിങ്ങൾ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യണത്, ആ ക്രീമും കൂടെ ഇട്ട് കൊടുക്കണമാണ്. വെച്ചുള്ള ഫേഷ്യൽ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ വ്യത്യാസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.